ഡെലിവറി എടുത്തതും പിന്നെ ഈ ലംബോർഗിനി ഉറൂസിൻ്റെ ഒക്കെ നമ്മൾ കണ്ടാണ്. ബൈക്ക് എടുക്കാൻ ആരെ കണ്ട അതൊക്കെ പോട്ടെ. ഇതുപോലെ ഫ്രാങ്കിളുടെ ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അത് ഇപ്പം പ്ലാൻ ചെയ്തൊക്കെ ഒരു ടാക്സി ഡ്രൈവർ ആയുണ്ട്. അത് ഇപ്പം ഫ്രാങ്കിൻ്റെ ഫ്രണ്ടില്ലേ, ഫ്രണ്ടിൻ്റെ ഇതുപോലെ ഓക്കെ കഴിച്ചപ്പോൾ വന്നു പറഞ്ഞാൽ ഫ്രണ്ട് സ്കോർപ്പിയോ എടുത്തായിരുന്നു. അത് നല്ല വണ്ടിയാണ്. പിന്നെ എൻ്റെ ഡിഫൻഡർ ഞാൻ കൊടുത്തായിരുന്നു, കാരണം എനിക്ക് പുതിയ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഫ്രണ്ടിൻ്റെ പുള്ളിക്ക് ഫോർച്യൂണർ ഇപ്പം ആവശ്യമില്ലെന്നാണ് തോന്നുന്നു. അന്ന് ഞാൻ ആലോചിക്കുന്ന നമുക്ക് ആ വണ്ടി എടുത്തിട്ട് ടാക്സി ഡ്രൈവർ ആവുന്നില്ല. അപ്പം ആ വണ്ടി വിറ്റിട്ട് ഫ്രണ്ടിലൊരു ബൈക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ആ വണ്ടി വിട്ടാൽ രണ്ടും കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. കാശ് കുറച്ച് കടകട തുടങ്ങി സൗണ്ടൊക്കെ. അപ്പം വിറ്റിട്ട് എനിക്കൊരു ഇന്നോവ വണ്ടി, ടാക്സി ഇന്നോവയും ഫ്രണ്ടിനൊരു ബൈക്കും കൂടെ എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്തായാലും പോവാം. എനിക്കൊരു ബൈക്ക് എടുക്കാനുണ്ട്, പക്ഷെ ഓൾറെഡി 2 കാറുണ്ട് ഗൈസ്. തൽക്കാലം മാറി മാറി എടുത്ത് ഉപയോഗിക്കുക, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ വണ്ടി ഇവിടെ കളിച്ചിട്ടായിരിക്കും, അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം പോവാം. വണ്ടി ഇങ്ങനെ എടുക്കുക. ലംബോർഗിനി ഈ സ്ഥിരം എടുക്കുന്ന വണ്ടി ഇതായിരിക്കും. സ്കോർപ്പിയോ ഇടയ്ക്ക് എടുക്കാം. സ്കോർപ്പിയോ എടുത്തിട്ട് പിന്നെ ഞാൻ ഡെലിവറി എടുത്തുകൊണ്ട് പിന്നെ എടുത്തില്ല. ഞാൻ ഒരു ദിവസത്തിൻ്റെ ആയതേ ഉള്ളൂ, കുറച്ച് ദിവസം അല്ല, 1-2 ദിവസമൊക്കെ ആയതേ ഉള്ളൂ. പക്ഷെ എടുക്കണം ഗൈസ്, അതാ നല്ലത്. ആ കുഴപ്പമില്ല, ഇതിപ്പോൾ ഒരു കുഞ്ഞു വണ്ടിയുടെ ആവശ്യമുള്ളൂ. ഞാൻ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാം. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്, നേരെ കാണുന്ന വീട്. വണ്ടി ചാടുന്നുണ്ട്, ബ്രേക്ക് ഇടാം. അമ്മേ അയ്യോ, അല്ലെങ്കിൽ ഇപ്പം കയറ്റിപ്പോയി തന്നെയാണ്. ഓക്കെ, ഇതെനിക്ക് മറ്റേ ഏത് മഹീന്ദ്രയുടെ ഇതൊരു എഡിഷൻ ഇല്ലേ, ഏത് ബാറ്റ്മാൻ എഡിഷൻ പോലെ തോന്നി ആ വണ്ടി. ബീയുടെ ഓക്കെ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ഇതാണ്ട് ഈ കിടക്കുന്ന അവൻ്റെ ഫോർച്യൂണർ. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിടാം. അവനെ ഞാൻ വിളിക്കട്ടെ, കുറച്ച് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാം. ഓക്കെ, ആ എന്നെ വിളിച്ച്, അല്ല അവൻ വീട്ടിനകത്താണ്. അവനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം ഗൈസ്. ആ ഫ്രണ്ടേ, ഫ്രണ്ടിൽ നീ വന്ന നിന്റെ വണ്ടിയുടെ ഞാൻ കാര്യം പറഞ്ഞില്ലേ. അതിതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ ഇതുപോലെ കട സൗണ്ടൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇതുപോലെ നമുക്ക് എനിക്കത് പറ്റുമെങ്കിൽ വിൽക്കാൻ നല്ലതാണ്. എനിക്കൊരു വണ്ടി എടുക്കാമെന്ന്. അപ്പം 2 വണ്ടി എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിനക്ക് ബൈക്കും എനിക്കൊരു കാറും വേണമായിരുന്നു. അല്ല, നിനക്കുണ്ട് ഇപ്പോൾ കാർ വേണ്ടത് ഒരു ടാക്സിക്ക്. അല്ല, ടാക്സിക്ക് മാത്രം ഓടാനായിട്ട്, കാരണം എല്ലാത്തിനും കൂടെ ഉപയോഗിച്ചാൽ ചീത്തയായിപ്പോവും. ടാക്സിക്ക് മാത്രം ഓടാനായിട്ട്. എനിക്ക് വേറെ ജോലിയില്ല. അതാ മുന്നേ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്നു. ഒരു ദിവസം പിരിച്ചിട്ട് അതാ പറ്റിയ. അപ്പം ഈ വണ്ടി എടുത്ത് മാറ്റി ഫോർച്യൂണർ എടുത്തുകൊണ്ട് പോവാ. ഞാൻ ഓടിക്കട്ടാ? നീ ഓടിച്ചു, പിന്നെന്താ പറഞ്ഞു. ഓക്കെ കേസ് ഫ്രണ്ട് നേരെ നമ്മുടെ ഷോറൂമിലേക്ക്. അപ്പം അതൊക്കെ ഇതുപോലത്തെ, പക്ഷെ സൗണ്ടിനൊക്കെ കുഴപ്പമില്ലല്ലോ. പക്ഷെ എവിടെയൊക്കെയോ എനിക്ക് നന്നായിട്ട് കടൽ സൗണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചേട്ടോ. ഓക്കെ, എവിടെയൊക്കെ കേൾക്കാം, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ഗൈസ്. പുറത്തൊക്കെ എവിടെയോ കേൾക്കാറുണ്ട് വണ്ടി. പിന്നെ ഓൾമോസ്റ്റ് അയ്യോ, വണ്ടി ഓഫായി പോയി. ഇതൊക്കെയാ ഫ്രാങ്കിളിൻ്റെ കുഴപ്പം. അതാ ഞാൻ വണ്ടി മാറ്റാണ്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്ക് വല്ലയിടത്തും പോയ വണ്ടി ഇതുപോലെ ഓഫായി പോയി. നമുക്ക് എന്തായാലും വണ്ടി മാറ്റി. ഇപ്പോൾ ഷോറൂമിൽ എത്തിയില്ലേ. എനിക്കൊരു ഇന്നോവയും നിനക്ക് മറ്റേ ബൈക്ക് സെറ്റ്. ഓക്കെ, ഇറങ്ങി വരൂ ഫ്രണ്ടേ, നമുക്ക് പോയി ചോദിക്കാം അവരായിട്ട്. ഗൈസ് ചോദിച്ച് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ബ്ലാക്ക് തന്നെ എടുത്ത്. എനിക്കെന്തോ ബ്ലാക്കിലൊരു ഇതുണ്ട്. ഞാൻ വിചാരിച്ച ആദ്യം ബ്ലൂ എടുക്കാം, പക്ഷെ ബ്ലൂ കൊള്ളൂല ഇതിന്. അതുകൊണ്ട് ബ്ലാക്ക് തന്നെ എടുത്ത്. വൈറ്റും വേണ്ട, ബ്ലാക്ക് എടുക്കാന്ന് വിചാരിച്ചു. ഫ്രാങ്കിളിന് നീ എന്തെല്ലാം വണ്ടിയും ബ്ലാക്ക് എടുക്കും, എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം നീയും വണ്ടി എടുത്തോണ്ട് പോയിക്കുക. ഫ്രണ്ട് എടുത്ത് ഡ്യൂക്കിൻ്റെ ബൈക്കാ. എങ്ങനെയോ 2 വണ്ടി എടുക്കാൻ പറ്റി. അപ്പോൾ വണ്ടി അവർ എടുത്തോളാന്ന് പറഞ്ഞു, മറ്റു വണ്ടി. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വേണം. ഫ്രണ്ട് എനിക്ക് ഓക്കെ ഗായ്സ്, നമുക്കെന്നാലും വീട്ടിലേക്ക് പോവാം.
കൊള്ളാല്ലേ ഒരു ഇന്ത്യയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എടുത്താലോ ടാക്സി അല്ലാതെ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ വേറൊരു കാര്യം പറയാൻ എന്റെ മറ്റേ വണ്ടിയില്ലേ ഉറൂസ് ഫ്രണ്ടിന്റെ വീട്ടിൽ അതും എനിക്ക് ഇനി പോയി എടുക്കണം. ഇനി അതവിടെ കിടക്കും, അത് നമുക്ക് പിന്നെ പോയി എടുക്കാം. അതൊക്കെ ഇത് കൊണ്ട് വീട്ടിൽ ഫ്രണ്ടിന് വേണ്ടി കൊടുത്തു, അത് അവരെടുക്കാന്ന് പറഞ്ഞു. പിന്നെ അത് ഓൾമോസ്റ്റ് പഴയതൊക്കെയായി, ഇടയ്ക്ക് പോകുമ്പോൾ ഓഫായി പോകും. പിന്നെ ഇടയ്ക്ക് ബമ്പിലൊക്കെ കൊണ്ട് ചാടിക്കുമ്പോഴങ്ങ് എന്താ പറയാ താഴോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് ഓഫായി പോകും. എന്തൊക്കെയൊക്കെയോ സംഭവിക്കുന്നുണ്ട് ആ വണ്ടിയിൽ. അതാ ഓക്കെ ടൊയോട്ടയുടെ വണ്ടി എടുത്തിട്ട് ഒരു ടൊയോട്ടയുടെ കാർ, മറ്റേ ടൊയോട്ടയുടെ ഇത് ടൊയോട്ടയുടെ തന്നെ, ഇത് ഇന്നോവ ക്രിസ്റ്റ്യ ഗൈസ്, ഇന്നോവ ക്രിസ്റ്റ്യ. ഓക്കെ മറ്റേ വണ്ടി ഞാൻ ഇനി പിന്നെ പോയി എടുത്തോണ്ട് വരാം ഗൈസ്. അപ്പം അത്രയുള്ള ഈ വീഡിയോ. അപ്പം ടാക്സിയുടെ ജോലിയുടെ വീഡിയോ ഞാൻ പിന്നെ ഇടാം ഗൈസ്. അപ്പം ബൈ ബൈ.